ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി എക്സാമിൻ്റെ ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ, ജൂൺ 13 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 1 കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ് ഓൾമോസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു, എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു. അടുത്തതാണ് കെമിസ്ട്രി ഓഫ് വാട്ടർ. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? വാട്ടർ ബോണ്ടിങ്, പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, വാട്ടർ പൊല്യൂഷൻ, വാട്ടർ അനാലിസിസ്, വാട്ടർ ക്വാളിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഡേ 6 നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വാട്ട് ഈസ് ദ ജോമെട്രി ഓഫ് വാട്ടർ മോളിക്യൂൾ? ഓപ്ഷൻസ്: ഡിസ്റ്റോർട്ടഡ് ടെട്രാഹെഡ്രൽ, ടെട്രാഹെഡ്രൽ, ട്രൈഗണൽ പ്ലാനർ, ദെൻ ഡയഗണൽ. അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഡിസ്റ്റോർട്ടഡ് ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ്. മനസ്സിലായോ? ഡിസ്റ്റോർട്ടഡ് ആണ് വരുന്നത് കേട്ടോ. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളോട് ജോമെട്രി ഓഫ് വാട്ടർ മാത്രമല്ല ചോദിക്കുക, പിന്നെ അവിടെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഹൈബ്രിഡൈസേഷൻ, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അതുപോലെ തന്നെ ബോണ്ട് ആംഗിൾ ചോദിക്കാറുണ്ട്. ബോണ്ട് ആംഗിൾ ഏതാണ് എന്നുള്ളത് വാട്ടറിൻ്റെ കേസിൽ 105 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വാട്ടറിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. Our next question: which of the following is used in water purification? Options: Turgor pressure, osmosis, reverse osmosis, cytolysis. ഇവിടെ നമ്മൾ ആൻസർ വരുന്നത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓസ്മോസിസ് എന്താണെന്ന് പഠിക്കണം, അത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ്, അങ്ങനെ കുറേ ടേമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മുടെ ഓസ്മോസിസ് ആണ്, റിവേഴ്സ് ഓസ്മോസിസ് ആണ്. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത, ഇതൊരു വാട്ടറിൽ നിന്നും കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. എങ്ങനെയാണ്? ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ വാട്ടറിനെ പുഷ് ചെയ്ത ശേഷം എന്ത് സംഭവിക്കുന്നു? വാട്ടർ ഒരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. റിവേഴ്സ് ഓസ്മോസിസിൻ്റെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, ഇവിടെ പല രീതിയിൽ പറയും. ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ, ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. അതിൽ നിന്ന് എന്താ മനസ്സിലായത്? സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ വാട്ടർ പാസ് ചെയ്യുമ്പോൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് അതിലെ കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയാണ് ഈ മെത്തേഡ്. വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെവി വാട്ടർ ഈസ് ഡാഷ്. ഓപ്ഷൻസ്: റെയിൻ വാട്ടർ, pH 7, ട്രിഷ്യം ഓക്സൈഡ്, ഡ്യൂട്ടീരിയം ഓക്സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നന്നായി അറിയുന്ന ആൻസർ ആയിരിക്കും ഡ്യൂട്ടീരിയം ഓക്സൈഡ്. അതാണ് നമ്മുടെ ഹെവി വാട്ടർ. അതിൻ്റെ എങ്ങനെ എഴുതാം? D2O എന്ന രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പം 3 ഐസോട്ടോപ്സ് ആണ് ഹൈഡ്രജൻ ഉള്ളത്. ഏതൊക്കെയാണ്? പ്രോട്ടിയം, അതിന് നമ്മൾ എഴുതുന്നത് H11 എന്നാണ്. പിന്നെ വരുന്നത് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയത്തിന് എങ്ങനെ എഴുതും? H21. ട്രിഷ്യം വരുമ്പോൾ H31. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. 3 ഐസോട്ടോപ്സ് ആണ് ഹൈഡ്രജൻ ഉള്ളത്. ഓക്കെ, ഹെവി വാട്ടർ ഈസ് എ ഫോം ഓഫ് വാട്ടർ ദാറ്റ് കണ്ടെയ്ൻ ഡ്യൂട്ടീരിയം. മനസ്സിലായോ? പ്രോട്ടിയം ഒന്നുമല്ല, ഡ്യൂട്ടീരിയം ആണ് ഹെവി വാട്ടറിലുള്ളത്. ഹെവി വാട്ടറിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ന്യൂക്ലിയർ റിയാക്ഷനിലൊക്കെ, ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നമ്മൾ മോഡറേറ്ററായിട്ട് ഈ ഹെവി വാട്ടറിനെ യൂസ് ചെയ്യാറുണ്ട്. അതൊരു പ്രത്യേകതയാണ്, ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ D2O എന്ന് പറയുന്നത് ഹെവി വാട്ടറാണ്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പിൽ ഒന്നാണ് നമ്മുടെ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. പിന്നെ മോഡറേറ്ററായിട്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഏതാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഹെവി വാട്ടർ ആണ്, ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഹെവി വാട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഡ്യൂട്ടീരിയം ആൻഡ് ഓക്സിജൻ. മനസ്സിലായോ? ദ പ്രസൻസ് ഓഫ് ഡ്യൂട്ടീരിയം ഗീവ്സ് ഡിഫറെൻറ്റ് ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് അതർ ദാൻ നോർമൽ വാട്ടർ. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്നാണ് വരുന്നത്. ഇത് ഒരുപാട് എന്താ പറയുക അപ്ലിക്കേഷൻസ് ഈ ഹെവി വാട്ടർ ഉണ്ട്. ഡ്യൂട്ടീരിയത്തിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹെവി വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, അതിൻ്റെയൊക്കെ മെക്കാനിസത്തിൽ അതിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഹെവി വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ NMR സ്പെക്ട്രോസ്കോപ്പിയിലും ഈ ഹെവി വാട്ടറിന് നല്ലൊരു റോൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ: Ice floats in water. This is due to the presence of dash.
ഓപ്ഷൻസ് ആനിക് ബോണ്ട്, കോവലന്റ് ബോണ്ട്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. കേട്ടോ, ഇന്റർമോളിക്കുലറും ഇൻട്രാമോളിക്കുലറും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ AB രണ്ട് പേരാന്ന് വിചാരിക്കുക. ഇത് TER എന്ന് പറയുമ്പോൾ ഗ്യാപ്പ് ഇല്ലാതെ TR അല്ല, അപ്പോൾ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഒരേ മോളിക്യൂളിനകത്താണ് വരിക ഇൻട്രാ. മനസ്സിലായോ? ഒരേ മോളിക്യൂളിനകത്ത് ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിലുള്ള ബോണ്ടാണ് ഇൻട്രാ എന്ന് പറയുന്നത്. ഇൻ്റർ എന്ന് പറയുമ്പോൾ രണ്ടാളുടെ ഇടയിൽ വരുന്നത്. കൺഫ്യൂഷൻ ആവണ്ട. ഇൻ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെപ്പറേഷൻ ഇല്ലേ, അപ്പോൾ രണ്ടാളുടെ ഇടയിൽ വരുന്നത്. ഇൻട്രാ എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ഇല്ലല്ലോ, ഒരു എയുടെ കുറവില്ല, ഒരു മുട്ടിയിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇപ്പോൾ A എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലുള്ള ബോണ്ടാണെങ്കിൽ ഇൻട്രായും എയുടെയും ബിയുടെയും ഇടയിലാണെങ്കിലാണ് ഇൻറ്റർ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഓർത്ത് വയ്ക്കാൻ എളുപ്പം. ഐസ് ഫ്ലോട്ട്സ് ഇൻ വാട്ടർ, ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അതായത് ഹൈഡ്രജൻ ബോണ്ട് എന്താണ്? ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഉണ്ടായിരിക്കും വേറെ മോളിക്യൂളിൻ്റെ. അവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നതാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി വാട്ടറിൻ്റെ ക്രിസ്റ്റലൈൻ ഫോം ആണ് ഐസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ കാരണം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ബ്ലൂ ബേബി ഡിസീസ് ഫൗണ്ട് ഇൻ ഇൻഫാൻസ് ഈസ് ഡ്യൂ ടു excessive dash in drinking water. Options color, sulfates, കാർബണേറ്റ്സ്, നൈട്രേറ്റ്സ്. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആൻസർ നൈട്രേറ്റ്സ് ആണ് വരുന്നത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ബ്ലൂ ബേബി ഡിസീസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഓരോ ഡെഫിഷ്യൻസിയും ഓരോന്നിന് അല്ലെങ്കിൽ എക്സസ് എമൗണ്ടിൽ പ്രസൻ്റ് ആയാലും ഓരോ അസുഖങ്ങൾക്ക് കാരണമാവും അല്ലേ. ഇപ്പോൾ നൈട്രേറ്റ്സിൻ്റെ എമൗണ്ട് എക്സസ് ആവുമ്പോഴാണ് ഇൻഫാൻസിൽ ഈ ബ്ലൂ ബേബി ഡിസീസ് ഉണ്ടാകുന്നത്. ഇതിനെ വേറൊരു രീതിയിലും പറയാറുണ്ട്, മെത്ത് ഹീമോഗ്ലോബിനീമിയ. ഓക്കെ, ഓർ ബ്ലൂ ബേബി സിൻഡ്രം. ഇത് ടോക്സിക് ആയിട്ടുള്ളതാണ്, പല ഓർഗൻസിനും ടിഷ്യൂസിനും ഒക്കെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ ഹാർട്ട്, കിഡ്നി, ബോൺസ്, ഇൻറ്റസ്റ്റൈൻസ്, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഇതിനൊക്കെ ഈ ഒരു ഇത് വളരെയധികം ഡേഞ്ചറായിട്ട് ബാധിക്കും. ഇത് എക്സസ് ആവും തോറും അനീമിയയ്ക്ക് കാരണമാവും കേട്ടോ. കുട്ടികളിലാണ് ഇത് മെയിനായിട്ട്, ഇൻഫൻസിലാണ് വരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ മെറ്റ് ഹീമോഗ്ലോബിനീമിയ ഓർ ബ്ലൂ ബേബി ഡിസീസ് നൈട്രേറ്റ്സിൻ്റെ എക്സസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലേറ്റസ്റ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് പ്രൊവൈഡ്സ് സ്പെസിഫിക്കേഷൻ ഫോർ ഡ്രിങ്കിങ് വാട്ടർ? ഫസ്റ്റ് ഓപ്ഷൻ IS 105002012, IS 105002016, IS 105002014, IS 105002015. നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്? ലേറ്റസ്റ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് പ്രൊവൈഡ് സ്പെസിഫിക്കേഷൻ ഫോർ ഡ്രിങ്കിങ് വാട്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്പെസിഫിക്കേഷൻ ഫോർ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് IS എന്ന് പറയുന്നത് അല്ലേ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡാണ്, ഈ കോഡാണ് ഡ്രിങ്കിങ് വാട്ടറിനുള്ള ഇത് പറയുന്നത്. പിന്നെ ഒരുപാട് കോഡുകളുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. BOD ഈസ് options the amount of oxygen present in water that can be consumed by plants, the minimum amount of oxygen that must be present for animal to consume, a measure of the pollutants present in wastewater, oxygen liberated by plants present in water. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, എ മെഷർ ഓഫ് ദ പൊല്യൂട്ടൻസ് പ്രസൻറ്റ് ഇൻ വേസ്റ്റ് വാട്ടർ. അതിനു വേണ്ടിയാണ് BOD യൂസ് ചെയ്യുന്നത്. BODയുടെ ഫുൾ ഫോം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും ചോദിക്കാറുണ്ട്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നും പറയാറുണ്ട്, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കേട്ടോ. BOD എന്ന് പറഞ്ഞാൽ അതാണ് കൂടുതലായിട്ട് നല്ലൊരു ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം എമൗണ്ട്
അതായത് എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ റിക്വയർഡ് ബൈ എയറോബിക് മൈക്രോ ഓർഗാനിസം ടു ബ്രേക്ക് ഡൗൺ ദ ഓർഗാനിക് മെറ്റീരിയൽ ഇൻ എ സാമ്പിൾ ഓഫ് വാട്ടർ അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് ടൈം. മനസ്സിലായോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. ഇതിൻ്റെ വാല്യൂസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിൽ എത്രയാണ്, സീ വാട്ടറിൽ എങ്ങനെയാണ്, പൊല്യൂട്ടഡ് വാട്ടറിൽ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ BOD COD എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സോയിലിൽ സീവേജ്, സെഡിമെൻറ്റ്, ഗാർബേജ് അങ്ങനെയുള്ളതിലൊക്കെ എത്രത്തോളം എമൗണ്ട് ഓർഗാനിക് മാറ്റർ പ്രസൻ്റ് ആണെന്ന് നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ റേറ്റ് ഓഫ് റെസ്പിറേഷൻ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ്. പ്രത്യേകിച്ച് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനിൽ അതിൻ്റെ ലെവൽ ഓഫ് പൊല്യൂഷനൊക്കെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഈ BOD വെച്ചിട്ടാണ് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ BODയിൽ നിന്നും COD ആ ഒരു വിഭാഗത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് COD. COD സ്റ്റാൻഡ്സ് ഫോർ ക്ലോറിൻ ഓക്സിജൻ ഡിമാൻഡ്, കാൽസ്യം ഓക്സിജൻ ഡിമാൻഡ്, ക്ലീൻ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് അല്ലേ? COD കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇറ്റ് ഈസ് എ ടെസ്റ്റ് യൂസ്ഡ് ടു മെഷർ ദ കണ്ടന്റ് ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ വേസ്റ്റ് വാട്ടർ. അതായത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതും നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതും രണ്ടിലും ഉള്ള ഓർഗാനിക് മാറ്റർ അതിൻ്റെ കണ്ടന്റ് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാനാണ് നമ്മൾ COD യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറേ റിയേജൻസ് ഒക്കെ ഈ ടെസ്റ്റിന് CODയുടെ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, സ്റ്റാൻഡേർഡ് ഫെറസ് അമോണിയം സൾഫേറ്റ്, ഫെറോയിൻ ഇൻഡിക്കേറ്റേഴ്സ്. ഈ ഫെറോയിൻ ഇൻഡിക്കേറ്റർ ആണ് സാധാരണ നമ്മുടെ ഓപ്ഷനിലൊക്കെ ചോദിക്കാറുള്ളത്. നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, സ്റ്റാൻഡേർഡ് ഫെറസ് അമോണിയം സൾഫേറ്റ് ടൈട്രൻ്റ് ആയിട്ട്, ദെൻ ഫെറോയിൻ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ CODയുടെ ടെസ്റ്റിന് വേണ്ടി നമ്മൾ റിയേജൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. Indicator used in COD test is option starch, phenolphthalein, ferrous ammonium sulfate, ഫെറോയിൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻഡിക്കേറ്ററിനെയാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫെറോയിൻ ആണ് കേട്ടോ. ഈ COD ടെസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈക്രോമേറ്റ് ഓക്സിജൻ ഡിമാൻഡ് ടെസ്റ്റ്. ഡൈക്രോമേറ്റ് ഓക്സിജൻ ഡിമാൻഡ് ടെസ്റ്റ് എന്ന പേരിലും ഇതറിയപ്പെടും. പിന്നെ നമ്മുടെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് K2Cr2O7. എന്തായത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അത് ഫെറസ് അമോണിയം സൾഫേറ്റ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫെറോയിൻ ആണ് കേട്ടോ. ഇത് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് പോയ്സണിങ് കോസസ് മീനമാത ഡിസീസ്. മീനമാത എന്നാണ് കേട്ടോ, ഇവിടെ I അല്ല A ആണ് വരുന്നത്. ഓക്കെ, മീനമാത ഡിസീസ് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെർക്കുറിയാണ്. വളരെ ഈസി ആയിട്ടുള്ള ആൻസറാണ്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കാം, മീനമാത ഡിസീസ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് ചിസോ മീനമാത ഡിസീസ്. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കും, ചിസോ മീനമാത ഡിസീസ് എന്ന പേരിലും പറയാറുണ്ട് കേട്ടോ. മീഥൈൽ മെർക്കുറിയാണ് നമ്മുടെ കാരണക്കാരൻ. മീഥൈൽ മെർക്കുറി, വെറും മെർക്കുറി അല്ല, മീഥൈൽ മെർക്കുറി പോയ്സണിങ് ആണ് ഹ്യൂമണിൽ. അത് ഫിഷിൻ്റെ അകത്തേക്കൊക്കെ ഈ മീഥൈൽ മെർക്കുറി എത്തുകയും ആ ഫിഷിനെ കഴിക്കുന്നവരുടെ ശരീരത്തിലേക്ക് ഇത് എത്തിച്ചേരുകയും അങ്ങനെ അസുഖത്തിന് കാരണമാവുകയും ചെയ്തു. ഇതിന് ഒരുപാട് പ്രോബ്ലംസ്, മസിലൊക്കെ വീക്കായിട്ട് വിഷനും അതുപോലെ ഹിയറിങ്ങിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു അസുഖം. മീനമാത ഡിസീസ് കൊണ്ട് ഒരുപാട് സിംറ്റംസ് പറയുന്നുണ്ട്. അതായത് മസിൽ വീക്ക്നെസ്, നാരോയിങ് ഓഫ് ഫീൽഡ് ഓഫ് വിഷൻ, ഡാമേജ് ടു ഹിയറിംഗ് ആൻഡ് സ്പീച്ച്, ഇതൊക്കെ അതിൻ്റെ സിംറ്റംസ് ആണ്. മീഥൈൽ മെർക്കുറിയാണ് ചിസോ മിനമാത എന്ന പേരിലും അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മൊഡ്യൂൾ 2ൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്